നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ വിവാദങ്ങൾക്കൊട്ടും കുറവില്ല. റഫറിങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ. അതിപ്പോൾ അർജൻറ്റീനയുടെ ആദ്യ കളിയിൽ ലയണൽ മെസ്സിക്ക് റെഡ് കാർഡ് കൊടുക്കേണ്ട ഫൗൾ ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല എന്നുള്ളത് അന്ന് വലിയ വിവാദമായി. സൗത്ത് ആഫ്രിക്കയൊക്കെ അതിനെതിരെ പരാതിയുമായിട്ട് ഫിഫയിൽ എത്തുകയും ചെയ്തിരുന്നു. അൾജീരിയ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് സംഭവിച്ചത്. ഇപ്പോഴിതാ ബ്രസീലിൻ്റെ സ്കോട്ട്ലൻഡിനെതിരെയുള്ള ഗോള്, വിനി ജൂനിയറുടെ ഗോള് റഫറി ഡിസലോവ് ചെയ്തത് വലിയ രൂപത്തിൽ വിവാദമാകുന്നു. അത് ഡിസലോവ് ചെയ്യേണ്ട ഒന്നല്ല എന്ന് ഫുട്ബോൾ നിരീക്ഷകർ അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ CBF പരാതിയും കൊടുത്തിരിക്കുന്നു. അതിലവർ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി നേടിയൊരു ഗോള്, അതിൻ്റെ ബിൽഡപ്പിലുണ്ടായിരുന്ന ഫൗള് റഫറി കണ്ടില്ലെന്നടിച്ചു, വാർ ഇടപെട്ടില്ല. അതായത് അർജൻറ്റീന ഇപ്പോൾ റീസെൻ്റ്ലി ജയിച്ചു കയറിയ മത്സരമുണ്ടല്ലോ, ഏകപക്ഷീയമായ 2 ഗോളിന് മെസ്സിയുടെ ബ്രേസ് കണ്ട കളിയിൽ, അതിൽ ഷാൽഗറിൽ നിന്ന് മെക്കലിസ്റ്റർ ബോൾ എടുക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ബിൽഡപ്പിൽ ഫൗൾ നടന്നിട്ടുണ്ട്. റഫറി അത് കണ്ടില്ലെന്നടിക്കുകയായിരുന്നു, വാർ ഇടപെട്ടുമില്ല. അതിലിടപെട്ടില്ല, പക്ഷെ ഇതിൽ ഇടപെടുന്നു. ഇതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വാറിൽ കൺസിസ്റ്റൻസി ഇല്ല. റഫറിമാർ ഒരു കാര്യത്തിൽ ഇടപെടും, മറ്റൊരു കാര്യത്തിൽ ഇടപെടില്ല. ഇപ്പോൾ ഇന്നത്തെ കളി തന്നെ, ഇക്കഡോർ വേഴ്സസ് ജർമ്മനി കളി, ജർമ്മനിയുടെ ഗോൾ വന്ന നീക്കം ഹൈ ബൂട്ട് ഉണ്ടായിരുന്നല്ലോ, അത് പ്രശ്നമില്ല. അതെങ്ങനെ റഫറി വിളിക്കാതിരുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എന്തായാലും CBF ഒഫീഷ്യലി തന്നെ ഇതിനെതിരെ ഇപ്പോൾ ഫിഫയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. CBFൻ്റെ ആ ഒരു കുറിപ്പിൽ, കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്ന കുറിപ്പിലെ കാര്യങ്ങൾ ഗ്ലോബോയും മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ നോക്കാം. അതിൽ പറയുന്നത്, ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം വാറിൻ്റെ സമീപനമാണ്. ലോകകപ്പിലുടനീളം ഫീൽഡിലെ റഫറിയുടെ തീരുമാനത്തെ മാനിക്കുന്നതിനും വ്യക്തവും പ്രകടവുമായ പിഴവുകളുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഇടപെടലുകൾ പരിമിതപ്പെടുത്തുന്നതിനും വ്യക്തമായ ഊന്നൽ നൽകിയിട്ടുള്ളതായി കാണാം. ഈ ശൈലി ഫുട്ബോളിന് ഗുണം ചെയ്യുമെന്നും റഫറിയുടെ അധികാരം നിലനിർത്തുമെന്നും കളിയുടെ സ്വാഭാവിക ഒഴുക്കിന് സഹായിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ ബ്രസീലിൻ്റെ ഗോൾ അനുവദിക്കാതിരുന്ന നടപടി ഈ മത്സരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ശൈലിക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നില്ല. ഈ തീരുമാനം ബ്രസീലിന് മാത്രമല്ല സ്കോട്ട്ലൻഡ് കളിക്കാർക്കും അപ്രതീക്ഷിതമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അവർ പുനഃപരിശോധനയോ ഗോൾ റദ്ദാക്കലോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. അതോടൊപ്പമാണ് അർജൻറ്റീനയുടെ ഗോള്, കഴിഞ്ഞ കളിയിൽ അർജൻറ്റീന അടിച്ച ഗോളുകളിൽ ഒന്ന് ലിയോ മെസ്സി ഗോളടിച്ച്, 2 ഗോളും മെസ്സിയാണ്. അപ്പോൾ അതിൽ ആ ബിൽഡപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് അതിൽ എടുത്തു പറയുന്ന കാര്യം, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വാറിലെ കൺസിസ്റ്റൻസിയാണ്. വാർ മാനദണ്ഡങ്ങൾ കൃത്യതയോടെ ഒരേ രീതിയിൽ നടപ്പിലാക്കണമെന്ന് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആവശ്യപ്പെടുന്നു. ഓസ്ട്രിയക്കെതിരെയുള്ള മെസ്സി നേടിയ ആദ്യ ഗോളിൻ്റെ നീക്കം വരെ CBF ഇതിൽ ഇപ്പോൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും TYC സ്പോർട്സൊക്കെ അടക്കം അർജൻറ്റീനയിലും ഇതിപ്പോൾ വാർത്തയായി മാറിയിട്ടുണ്ട്. പിന്നെ ബ്രസീലിൻ്റെ കളിക്ക് റഫറി സെസാർ റാമോസിനെ നിയമിച്ചതിനെതിരെ CBF പരാതിപ്പെട്ടിട്ടുണ്ട്. 2018 ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും ഇതേ റഫറി കളി നിയന്ത്രിച്ച് ചില വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം തന്നെ വീണ്ടും നിയന്ത്രിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും അർജൻറ്റീനക്കും മെസ്സിക്കും ഒരു നിയമവും മറ്റു ടീമുകൾക്ക് മറ്റൊരു നിയമവുമാണോ ഫിഫയും അതുപോലെ റഫറിമാരും ഒക്കെ നടപ്പാക്കുന്നത് എന്ന ചോദ്യം ഫുട്ബോൾ ലോകത്ത് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.